ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധനായ എൽദോമാർ ബസേലിയോസ് ബാവ തിരുമനസിലെ 339 ശ്രാദ്ധ പെരുന്നാൾ ആഘോഷിക്കുന്നതായ ഈ സന്ദർഭത്തിൽ ഇതുപോലെ ഒരു വീഡിയോ ക്ലിപ്പ് ചെയ്യുന്നതിനുള്ളതായ സാഹചര്യം ഒന്ന്, പുതിയ തലമുറ പുണ്യവാനായ ഈ ബാവായുടെ വരവിനെ കുറിച്ചും എവിടെ നിന്ന് വന്നു, എന്തിനു വന്നു, വരവിൻ്റെ ഉദ്ദേശം എന്താണ് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും ഈ അടുത്ത കാലത്തായി ചില തൽപര കക്ഷികൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി പള്ളിയെ അപകീർത്തിപ്പെടുത്തുന്നതും പുണ്യവാനായ ബാവായുടെ വരവിൻ്റെ ഉദ്ദേശത്തെ വളച്ചൊടിച്ചും സത്യത്തിന് വിരുദ്ധമായ രീതിയിലും കാണിക്കുകയും അതോടൊപ്പം ശീമരാജ്യങ്ങളിൽ വന്ന പിതാക്കന്മാരുടെ വരവിനെ കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ ഒരു കാലഘട്ടത്തിൽ വളരെ ആക്ഷേപാർഹമായ രീതിയിൽ പറയുകയും പിന്നീടിപ്പോൾ അതിൽ പല രീതിയിലുള്ളതായ മാറ്റങ്ങൾ വരുത്തി ചരിത്രങ്ങൾക്ക് നിരക്കാത്തതായ രീതിയിൽ പറഞ്ഞ് ഈ പിതാക്കന്മാരെ എവിടെ നിന്ന് വന്നു, എന്തുദ്ദേശത്തിന് വന്നു, ആര് വിട്ടു, അതിന് വിരുദ്ധമായ രീതിയിലുള്ള സാഹചര്യത്തിൽ വന്ന പിതാക്കന്മാർ എന്ന രീതിയിൽ പൊതുജന സമക്ഷം കാണിക്കുകയും അറിയിക്കുകയും ചെയ്യുന്നത് രീതി കണ്ടുവരുന്നു. ആയതിനാൽ വിശ്വാസത്തിൽ തീഷ്ണതയുള്ളവരായ ചില വൈദിക സഹോദരങ്ങളും വിശ്വാസികളായ നമ്മുടെ ജനസമൂഹത്തിൽപ്പെട്ട ധാരാളം ചെറുപ്പക്കാരും പറഞ്ഞതനുസരിച്ചാണ് ഈ വീഡിയോ ക്ലിപ്പ് ഇവിടെ ഇടുന്നത്. മാത്രവുമല്ല, ദീർഘകാലം ആ കവറുങ്കൽ ശുശ്രൂഷിച്ച ഒരു വ്യക്തി എന്ന ബലഹീനനായ ഒരു വ്യക്തി, ഒരു പട്ടക്കാരൻ എന്ന നിലയിൽ ഞാനത് ചെയ്യുന്നില്ല എങ്കിൽ കവറിനോടും ദേവാലയത്തോടും സഭയോടും ചെയ്യുന്നതായ ഒരു വിശ്വസ്തത കുറവാണെന്ന് എൻ്റെ മനസാക്ഷിക്ക് ബോധ്യം വന്നതിനാലാണ് ഇതിപ്പോൾ ചെയ്യുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യയിൽ ഒരുവനായ മാർത്തോമാ ശ്ലീഹായുടെ പുണ്യനാമധേയത്താൽ സ്ഥാപിതമായിരിക്കുന്ന കോതമംഗലം മാർത്തോമൻ ചെറിയപള്ളിയുടെ മദ്ബഹായിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധനായ എൽദോമാർ ബസേലിയോസ് ബാവായുടെ 330 ഓർമ്മ പെരുന്നാൾ 25-ാം തീയതി മുതൽ ഒക്ടോബർ 4 വരെ നാം കൊണ്ടാടുന്ന ഈ സന്ദർഭത്തിൽ കോതമംഗലം ചെറിയപള്ളിയുടെ ഉത്ഭവം, ബാവായുടെ വരവ്, അതിന് കാരണമായ കാരണങ്ങൾ, ബാവായുടെ കൂടെ വന്ന ഹിദായത്തുള്ള മറിവാനീസ് ബാവായുടെയും സഭാ ശുശ്രൂഷകൾ എന്നിവയെക്കുറിച്ച് ചിന്തിക്കുകയാണ് നാം ഇവിടെ. ക്രിസ്തുവിലുള്ള തൻ്റെ സജീവമായ വിശ്വാസവും ദൈവത്തിൻ്റെ നിശ്ചയവുമാണ് ശീമരാജ്യത്ത് ജനിച്ചു വളർന്ന ഈ പിതാക്കന്മാർ ഭൂമിശാസ്ത്രപരമായ പരിമിതികൾക്കും പരിധിക്കും അതീതമായി നമ്മുടെ നാടുമായി ഈ പിതാക്കന്മാരെ ബന്ധിക്കുന്നത്. സ്ലേഹന്മാരിൽ തലവനായ വിശുദ്ധ പത്രോസിനടുത്ത് അന്ത്യോക്യയായി സിംഹാസനത്തിന് കീഴിലുള്ള പരിശുദ്ധവും അപ്പസ്തോലികവും ഏകവും കാതലികവും ആയ സ്തുതിയുവാക്കപ്പെട്ട സത്യവിശ്വാസവും പൗരോഹിത്യവും മലങ്കരയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടരുതെന്ന ദീർഘവീക്ഷണവും വിശ്വാസ തീഷ്ണതയുമാണ് എല്ലാ പ്രതിബന്ധങ്ങളും തരണം ചെയ്ത് ഈ പുണ്യപിതാക്കന്മാർ കേരള മണ്ണിൽ എത്തുവാൻ ഇടയായത്. അതാണ് ഈ പിതാക്കന്മാരെയും ശീമക്കാരായ മറ്റു പിതാക്കന്മാരെയും പ്രേരിപ്പിച്ചത് കാലാകാലത്തെ. ഇതിനെക്കുറിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ഏറ്റവും ബഹുമാന്യനായ മുൻ വൈദിക ട്രസ്റ്റി ഫാദർ എം ഒ ജോൺ അച്ഛൻ
പുത്തൻകാവ് പള്ളിയുടെ പ്രധാന പെരുന്നാളിലെ വൈകിട്ട് നടത്തിയ ഒരു പ്രഭാഷണം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. ബഹുമാനപ്പെട്ട അച്ഛൻ വളരെ സത്യസന്ധവും നീതിപൂർവമായ രീതിയിൽ ഈ പിതാക്കന്മാരുടെ വരവും അതിൻ്റെ ഉദ്ദേശവും അവർ സഭയിൽ വിശ്വാസത്തെ ഉറപ്പിച്ചതും അവർ ആ ദേശത്ത് നിന്ന് ഈ സഭയ്ക്ക് കൊണ്ടുവന്നതായ അമൂല്യമായ നിധികളായ നമസ്കാര പുസ്തകം, കുർബാന തത്സാകൾ, പൂജാപാത്രങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം ബഹുമാനപ്പെട്ട അച്ഛൻ സവിസ്തരം പ്രസംഗിച്ചത് പല മാധ്യമങ്ങളിൽ കൂടിയും യൂട്യൂബ് ചാനലിൽ കൂടെയും നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്. മിശിഹായെ പ്രതി സ്വന്തം വീടും ചാർച്ചക്കാരെയും നാടും ഉപേക്ഷിച്ച് സ്വജീവൻ പോലും ബലിയായി സമർപ്പിക്കുവാൻ ഈ പുണ്യപിതാവിന് ശക്തി പകർന്ന ആ വലിയ വിശ്വാസമാണ് ഇന്ന് നമ്മെ ഖബറിലേക്ക് ആകർഷിക്കുന്നതും നമുക്ക് ഭക്തിയുടെ ചൈതന്യം പകർന്നു തരുന്നതും. ദൈവത്തിൻ്റെ ജനമേ, ആഗമാന സുറിയാനി സഭയുടെ ഒരു അവിഭാജ്യ ഘടകമാവുന്ന മലങ്കരയിലെ യാക്കോബായ സുറിയാനി സഭയുടെ വിവിധ സ്ഥലങ്ങളിലുള്ള ദേവാലയങ്ങളിൽ ശുദ്ധമുള്ള അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്നും കാലാകാലങ്ങളിൽ വാണിരുന്ന പാത്രീർക്കീസന്മാരാൽ അയക്കപ്പെട്ടവരായ സുറിയാനിക്കാരായ പിതാക്കന്മാരുടെ കബറിടങ്ങൾ മലങ്കര സുറിയാനി സഭയും ആഗമാന സുറിയാനി സഭയും തമ്മിലുള്ള ബന്ധത്തെയും ഐക്യത്തെയും കൂടാതെ പാത്രീർക്കീസിൻ്റെ ഉന്നതമായ ആത്മീയ മേലധ്യക്ഷതയും വിളിച്ചറിയിക്കുന്ന ഉത്തമ ദൃഷ്ടാന്തങ്ങളാണ്. ലോകം എന്തു പറഞ്ഞാലും കാലങ്ങൾ എത്ര പുരോഗമിച്ചാലും നാം ദൈവത്തിൽ നിന്ന് അകലണമെന്നോ മിശിഹായിൽ ഉള്ളതായ നമ്മുടെ അഗാധമായ വിശ്വാസവും അതുപോലെ തന്നെ നമ്മെ ദൈവവുമായി ബന്ധിപ്പിക്കുന്ന പല കാര്യങ്ങളും നിന്നും നാം മാറണമെന്നും ലോകപ്രകാരേണ ആരെല്ലാം എന്തെല്ലാം ഉപദേശിച്ചാലോ വിവിധ മാർഗങ്ങളിൽ കൂടി അടിച്ചേൽപ്പിച്ചാലോ നമുക്ക് അതിൽ നിന്നും മാറാൻ സാധ്യമല്ല. ഒരുപക്ഷെ പീഡനങ്ങളിൽ കൂടെയും പ്രയാസങ്ങളിൽ കൂടെയും അതിന് വിരുദ്ധമായി നിൽക്കാത്തതിനാൽ നമ്മെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുമായിരിക്കും. പക്ഷേ അതിൻ്റെ ദേഹത്തെയും ദേഹിയെയും ഒന്നിച്ചില്ലായ്മ ചെയ്യാൻ പറ്റില്ല. ആത്മാവ് സജീവാവസ്ഥയിൽ തന്നെ തുടരും. ജീവനെ നശിപ്പിക്കുവാനേ സാധ്യമാകുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോടുള്ള ബന്ധവും അതുമായിട്ടുള്ളതായ അടുത്ത ബന്ധവും അന്ത്യോക്യ സിംഹാസനവുമായുള്ളതായ നിന്നുള്ളതായ കൈവപ്പും അതിലെ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള അതിപുരാതനമായ ഔദാശികമായ മാർഗങ്ങളും മൃഗപ്രായരായ നമ്മളെ സ്വർഗീയരാക്കി മാലാഖമാർക്കടുത്ത രീതിയിലേക്ക് ഉയർത്തുന്നതും മൺമേലായി നമ്മെ സ്വർഗീയരാക്കി തീർക്കുകയും ചെയ്യുന്ന ആ വിശുദ്ധമായ കൂദാശകളും അനുഷ്ഠാനങ്ങളിൽ നിന്നും ഒക്കെ പിന്മാറണമെന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നും അതെവിടെ നിന്ന് ലഭിച്ചോ അവിടവുമായുള്ളതായ ബന്ധത്തിൽ നിന്ന് അകലണമെന്നും എന്തെല്ലാം കുൽസിത മാർഗത്തിൽ കൂടി ഏതെല്ലാം രീതിയിൽ ഉള്ള പീഡനങ്ങൾ അടിച്ചേൽപ്പിച്ചാലും നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് മാറുക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യമാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, മാത്രവുമല്ല അസെറ്റിക് ലൈഫ്, പ്രയർ ലൈഫ്, സ്പിരിച്വൽ ലൈഫ്, നല്ല വിഷൻ, മിഷൻ ആൻഡ് ചാരിറ്റി, ഇതാണ് ഉത്തമമായ ദയറായ ജീവിതത്തിൻ്റെ മുഖമുദ്രകൾ. ഒപ്പം ലളിതമായ ജീവിതവും. അത് പൗരോഹിത്യ വൃന്ദത്തിൽ ദയറോയിസോ സ്വീകരിച്ചവരുടെ ജീവിതത്തിൽ ഇതിൽ പലതും ആവശ്യമാണ്. സുഹൃതത്തിൻ്റെ ഉറവിടവും നല്ല കറയറ്റ ദയറായ ജീവിതവും
നോമ്പ്, നമസ്കാരം, പ്രാർത്ഥന ഇവയാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഭക്തനുമായ ബാവായുടെ മലങ്കര സഭയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, വിഷൻ, അതാണ് പിതാവിൻ്റെ മലങ്കരയിലേക്കുള്ള മിഷണറി യാത്ര എന്ന് തന്നെ പറയാം. തൻ്റെ കൂടെ സഹയാത്രികരെയും കൂട്ടി കൂദാശ, പുസ്തകങ്ങളെ, തക്സ, ദൈവവേല ചെയ്യാനുള്ള ഇവയാക്കിയായിട്ട് അദ്ദേഹം ഇവിടെ വന്നു. അധികകാലം താമസിയാതെ കാലം ചെയ്തെങ്കിലും തൻ്റെ പിൻഗാമിയെ വിശ്വാസികൾക്ക് വേണ്ട പ്രബോധനം നൽകുവാനും വിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്തുവാനും അധികാരപ്പെടുത്തിയതനുസരിച്ച് ഈവാനൂസ് ബാവ നീണ്ട 9 വർഷക്കാലം ഇവിടെ സഭയിൽ ശുശ്രൂഷിച്ചു. മുളന്തുരുത്തി പള്ളിയിൽ കബറടങ്ങി. വിശ്വാസികളെ വേദവിപരീതത്തിൽ നിന്നും റോമാനുഗത്തിൽ നിന്നും തിരികെ കൊണ്ടുവന്ന് സത്യവിശ്വാസത്തിൽ സുസ്ഥിരരാക്കി. ഈ കാലഘട്ടത്തിൽ ഇവിടെ യാക്കോബായ വിശ്വാസവും റോമാ വിശ്വാസത്തിൻ്റെ വേരുപാകിയ കാലഘട്ടമായിരുന്നു. അഹത്തുള്ള പാത്രിക്കീസ് ബാവായും കൊച്ചി കായലിൽ കെട്ടിത്താത്ത അബ്ദുൽ ജലീൽ ഗ്രിഗോറിയസ് ബാവായും വിശുദ്ധനായ എൽദോമ ബസേലിയൂസ് ബാവായും ഈവാനിയൂസ് ബാവായും ഈ കാലഘട്ടങ്ങളിൽ മലങ്കരയിലേക്ക് കഷ്ടപ്പെട്ട് ദീർഘവീക്ഷണത്തോടെ വന്നില്ലായിരുന്നുവെങ്കിൽ, അവരുടെ ശരിയായ മിഷണറി വേല ഇവിടെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ, ശീമക്കാരായ ഈ പിതാക്കന്മാർ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്നും സ്തുതാർത്തിക്കുവാൻ പ്രാപിച്ച അധികാരപത്രം വാങ്ങിച്ച് ഇവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ, നാം എല്ലാം ഇതെഴുതുന്ന ബലഹീനനായ ഞാൻ പോലും, ഈ പറയുന്ന ഞാൻ പോലും റോമാ സഭയിൽ ആയിരുന്നേനെ. അന്നിവിടെ ഓർത്തഡോക്സ് എന്നോ അല്ലെങ്കിൽ തറാങ്കക്ഷി എന്ന് പറഞ്ഞൊരു സമൂഹമില്ല, യാത്രമായ സഭ മാത്രമേ. പട്ടശ്ശേരി തിരുമേനിയും കുടുംബവും എല്ലാം അതിനകത്തെ അംഗങ്ങളായിരുന്നു, യാക്കോബായ സുറിയാനി സഭയിലെ അംഗങ്ങളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിന്നാലെ വന്നവരും അതിനകത്ത് തന്നെയുള്ളവരും, ആ കാലഘട്ടത്തിലുള്ളവരും അതിന് മുൻപുള്ളവരും. പട്ടശ്ശേരി തിരുമേനി സഹിതം എല്ലാവരും റോമാ സമുദായത്തിലേക്ക് മാറിപ്പോയാൽ ഈ പിതാക്കന്മാരോട് വന്നില്ലായിരുന്നു. നാം അത് വിസ്മരിക്കരുത്. അത് വിസ്മരിച്ചുകൊണ്ടാകരുത് പല രീതിയിലുള്ള സത്യത്തെ മറച്ചു വെച്ചുകൊണ്ടുള്ള എഴുത്തുകളും പ്രചരണങ്ങളും പ്രചരിപ്പിക്കുന്നത്. അത് ദൈവസന്നിധിയിൽ ഭൂഷണമല്ല. ഇന്നും ബസേലിയോസ് ബാവ തൻ്റെ ജീവിതത്തിലെ കൂടി ബസേലിയോസ് ബാവ തൻ്റെ ഭക്തരിൽ കൂടി അഭിഷക്തന്മാരിൽ കൂടി സത്യവിശ്വാസം പ്രസംഗിക്കുന്നു, എഴുതിക്കുന്നു. മിശിഹാ തമ്പുരാൻ അനാഥൻ്റെയും ദരിദ്രൻ്റെയും രോഗിയുടെയും ദുഃഖിതൻ്റെയും വഴിതെറ്റിപ്പോയവൻ്റെയും ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു കാരുണ്യാരോഗത്തോടെ അവനോട് പ്രവർത്തിച്ചു. ആ മിഷൻ ചാരിറ്റി ഇന്നും വിശുദ്ധ ബസേലിയോസ് ബാവയിലൂടെ നടന്നു വരുന്നു. തൻ്റെ കബറിങ്കൽ വരുന്നതായ ഭണ്ണാര വരുമാനം ബഹുമാനപ്പെട്ട പള്ളിക്കാര്യത്തിൽ നിന്നും വിദ്യാഭ്യാസത്തിനും ആതുര സേവനത്തിനും സഭയുടെ വളർച്ചയ്ക്കും ഇതര സമൂഹത്തിൻ്റെ നന്മയ്ക്കുമായിട്ട് പ്രയോജനപ്പെടുത്തുമ്പോൾ ബസേലിയോസോ അതിൻ്റെ മക്കളിലൂടെ ഇന്നും വിശുദ്ധ സഭയിൽ മിഷണറി പ്രവർത്തനം നടത്തുകയും സഭയുടെ വിശ്വാസത്തെ ഉറപ്പിക്കുകയും ചെയ്യുന്നു. ദൈവവും ദേവാലയവുമായുള്ള ബന്ധമാണ് വ്യക്തിപരമായ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പവർ സ്റ്റേഷൻ. ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ് വിൽ, മെമ്മറി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എന്നിവ. ഒരുവൻ മനുഷ്യനായി ജീവിക്കുന്നുവെങ്കിൽ മേൽപ്പറഞ്ഞ 3 ഘടകങ്ങളും എന്നിൽ പ്രവർത്തിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ എന്നതിൻ്റെ പ്രകടനമാണ് ജീവിതം. ഒരു വ്യക്തി ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവൻ്റെ ഓർമ്മശക്തി, ഇച്ഛാശക്തി, തീരുമാനശക്തി എന്നത് ഒന്നും പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്നതല്ല, നമ്മിൽ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതാണ്. അതിലാരും കൈയിലടത്തുന്നത് ഒരു പരിധിവരെ നമുക്ക് ഇഷ്ടവുമല്ല. ഈ മേൽപ്പറഞ്ഞ ചിന്താഗതി തെറ്റാണോ
അല്ല ശരിയാണ്. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൽ, ക്രൈസ്തവ വീക്ഷണത്തിൽ ഒരു ക്രൈസ്തവ ഭക്തൻ്റെ വ്യക്തിത്വത്തിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് അതല്ല. ഒരു ക്രൈസ്തവ ഭക്തൻ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു മിശിഹായിൽ ഭക്തിയോടെ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതാണ്. ചിലതിലൂടെ അരുത്, ചിലത് പാടില്ല, നമുക്ക് അത് അനുവദനീയമല്ല എന്ന രീതിയിൽ ജീവിക്കുന്ന ഒരു ഭക്തൻ്റെ വ്യക്തിത്വത്തിൻ്റെ മാനദണ്ഡം അതല്ല. ഗലാത്യ ലേഖനം 2:20 ഭാഗ്യവാനായ പൗലോസ് ശ്ലീഹ ഇപ്രകാരമാണ് സാക്ഷിക്കുന്നത്: ഇനി ജീവിക്കുന്നത് ഞാനല്ല, പിന്നെയോ ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ വ്യക്തിത്വം ഇതാ ക്രിസ്തുവിൽ ലയിച്ചു കഴിഞ്ഞു. ഭാഗ്യവാനായ പൗലോസ് ശ്ലീഹ പറയുകയാണ്, ഞാൻ എത്ര വലിയവനായാലും ഉന്നതനായാലും, ധനത്താലോ പ്രതാപത്താലോ പഠിത്തത്തിലോ സൗന്ദര്യത്തിലോ ദാരിദ്ര്യത്തിലോ ഏത് സ്ഥാനത്തായാലും, ഒരു ഉത്തമ ഭക്തനോ മശിഹായ ദൈവത്തെ സ്നേഹിക്കുന്നവനോ ആയാലും എൻ്റെ തീരുമാനം ഒരിക്കലും സ്വന്തമായൊരു തീരുമാനം ആകരുത്. നോഹ തൻ്റെ സ്വന്തം തീരുമാനപ്രകാരമല്ല പെട്ടകത്തെ നിയന്ത്രിച്ചത്. ദൈവത്തിൻ്റെ യഹോവയുടെ തീരുമാനപ്രകാരമാണ് അവൻ പെട്ടകത്തെ നിയന്ത്രിച്ചതും സുരക്ഷമായിട്ടത് അറാറാത്ത് പർവ്വതത്തിന് മുകളിൽ ചെന്ന് ഉറച്ചതും. ദൈവ തിരുനാമത്തിന് അനുയോജ്യമായിരിക്കണം എൻ്റെ തീരുമാനങ്ങൾ. എന്തെല്ലാം പീഡയും പ്രയാസങ്ങളും ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും നിന്ദകളും വന്നാലും ദൈവ തിരുനാമത്തിന് അനുയോജ്യമായിരിക്കണം ഒരു ഭക്തൻ്റെ ജീവിത ക്രമീകരണം. ഇതായിരുന്നു മാർ ബസേലിയോസ് ബാവായുടെയും ഈവാനിയോസ് ബാവായുടെയും ജീവിതത്തിൻ്റെ ആധാരം. ഗലാത്യ ലേഖനം 2:20 പൗലോസ് ശ്ലീഹ നമ്മുടെ മുൻ ഭാഗത്ത് പറഞ്ഞതുപോലെ ഈ വാക്യം അക്ഷരത്തിലും അർത്ഥത്തിലും ജീവിച്ച് കാണിച്ചു തന്ന ഒരു ജീവിതത്തിൽ കാണിച്ചു തന്ന പുണ്യ പിതാവാണ് ബസേലിയോസ് ദമഫ്രിയാനായും കൂടെ വന്ന ഈവാനിയോസ് ഹിദായത്തുള്ള ബാവായും. ഞാൻ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ വിശുദ്ധ സഭാന്തരീക്ഷത്തിൽ എൻ്റേതായ പരിഷ്കാരങ്ങളും വ്യത്യാസങ്ങളും ഉണ്ടാക്കുക എന്നതിലുപരി ആയി ചിന്തിച്ച് നാം പ്രാവർത്തികമാക്കേണ്ടത് ഗലാത്യ ലേഖനം 2:20 എൻ്റെ വ്യക്തിത്വം ക്രിസ്തുവിൽ ലയിപ്പിച്ച് വിശുദ്ധ പിതാക്കന്മാർ വഴി സഭയിൽ നടപ്പാക്കിയ കൗദാശിക വിശ്വാസ ആചാരാനുഷ്ഠാനങ്ങൾ അതിലൂടെ വ്യതിചലിക്കാതെ നടന്ന പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകൾ പുതിയ തലമുറയ്ക്ക് കൈമാറി അവരുടെ പാതയിലൂടെ നടത്തുക എന്നതായിരുന്നു ഈ പിതാവിൻ്റെ ദുഃഖോന പെരുന്നാൾ നമുക്ക് തരുന്ന മുഖ്യമായ സന്ദേശം. അതെല്ലാം അതിന് വിരുദ്ധമാണ് നമ്മൾ പോക്കെങ്കിൽ നാം അമ്പെ പരാജയപ്പെടും. സഭയാകുന്ന പർദീസായി നിന്ന് നാം തള്ളപ്പെടും. അതാണ് കാലങ്ങൾ പലതും നമുക്ക് തെളിച്ചു തന്നിട്ടുള്ളത്. കാലം ചെയ്ത പൗരസ്ത്യ ആധുനിക്കായും മലങ്കര മെത്രാപ്പോലീത്തായുമായി നമ്മുടെ അഭിമാനവുമായിരുന്ന ശ്രേഷ്ഠ ആബൂൻ മോർ ബസേലിയോസ് പൗലോസ് ദിദീൻ ബാവ തിരുമനസ്സുണ്ട്. കോതമംഗലം ചെറിയ പള്ളിയുടെ പ്രധാന പെരുന്നാളിൻ്റെ 2ാമത്തെ കുർബാനാനന്തരം ഒരിക്കൽ 4 മിനിറ്റ് പ്രസംഗിച്ചപ്പോൾ പ്രകാരം പറഞ്ഞു: മക്കളെ, ഇന്ന് 5 മണിക്കൂർ കൊണ്ട് പരിശുദ്ധ സിംഹാസനത്തിൽ നമുക്കെത്താം. എന്നാൽ പുണ്യവാനായ പിതാവ് ഒരു സൗകര്യവും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ 2 വർഷത്തോളം യാത്ര ചെയ്ത് കാടും മേടും താണ്ടി ഇവിടെ എത്തി കബറടങ്ങി 92-ാം വയസ്സിൽ. ഈ വരവിൻ്റെ ഉദ്ദേശം നിങ്ങൾ മറക്കരുത്. നമ്മെ സത്യവിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിനും നമ്മളുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് ഉതകുമാർ നമ്മെ പരിശുദ്ധ സിംഹാസനവുമായി ബന്ധത്തിൽ ഉറപ്പിക്കുന്നതിനുമാണ് ഇവിടെ എത്തിയത്. മക്കളെ, ചക്കരയ്ക്ക് തേങ്ങായി ആവശ്യമില്ല എങ്കിലും തേങ്ങായ്ക്ക് മാധുര്യമേറാൻ ചക്കര തന്നെ ആവശ്യമാണ്. ചക്കരയ്ക്ക് ഈച്ചയെ ആവശ്യമില്ലെങ്കിലും ഈച്ചയ്ക്ക് ചക്കരയെ ആവശ്യമാണ്. നമുക്ക് അന്ത്യോക്യ സിംഹാസനവുമായുള്ള ബന്ധത്തിൽ ഉറച്ചു നിന്നേ മതിയാകും. അതിനാൽ നാം ഈ കാലം ചെയ്ത പുണ്യപിതാവിനെയും മാർ ഈവാനിയോസ് ബാവായുടെയും പഠിപ്പിക്കലുകളിൽ നിന്ന് വ്യതിചലിക്കരുത് വിശ്വാസികളെ.
AD 1683 മാർത്തോമാ രണ്ടാമൻ യൗസേഫ് എന്നൊരു പ്രധാന വ്യാപാരി വശം പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിലേക്ക് പാത്രിർക്കീസ് മോറാൻ അബ്ദേദ് മഷിയോ പ്രഥമൻ പാത്രിർക്കീസിന് ഒരു അപേക്ഷ കൊടുത്തയച്ചു. അതിൽ മാർ ഗ്രീഗോറിയോസ് അബ്ദുൽ ജലീൽ വടക്കംപറവൂർ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന ബാബ റോമാ സഭയിൽ തങ്ങളെ വിടർത്തിയെടുക്കുന്നതിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങളും വീണ്ടും യാക്കോബായ വിശ്വാസികളെ, അന്ന് ഓർത്തഡോക്സ് മെത്രാങ്കക്ഷിയൊന്നും ഇല്ല, മാർത്തോമാ സഭ ഇതൊന്നും ഇല്ല കാലഘട്ടത്തിൽ, വീണ്ടും യാക്കോബായ വിശ്വാസികളെ റോമാ വിശ്വാസത്തിലാക്കാൻ പോർട്ടുഗീസുകാർ ചെയ്യുന്ന ഉപദ്രവത്തെക്കുറിച്ചും വിശദീകരിച്ച ശേഷം മലങ്കരയിൽ സത്യവിശ്വാസം നിലനിർത്തുവാനായിട്ട് ഒരു മെത്രാപ്പോലീത്തായി 4 മൽപ്പാന്മാരെയും അയച്ചു തരണമെന്നും പരിശുദ്ധ പത്രോസിൽ നിന്നുള്ളതായി കൈവപ്പ് നിലനിർത്തുന്നതിനായി ഇവരെ അയക്കണമെന്നുമായിരുന്നു അപേക്ഷ. AD 1684 ഇതേ ആവശ്യം ഉന്നയിച്ച് സിംഹാസനത്തിലേക്ക് അപേക്ഷ എഴുതി. ആ കാലത്ത് ഇറാഖിലെ മൂസലിന് സമീപം ഹുദൈദ് ഗ്രാമത്തിൽ കാരക്കോശ് എന്ന് വിളിക്കുന്ന ബഗ്ദോയിദാക്കാരനും ഹദ്ദായി കുടുംബത്തിൽ ജനിച്ചവനുമായ എൽദോമാർ ബസേലിയോസ് ബാവ ആയിട്ട് ജനനം ആ കാലത്തായിരുന്നു. ദൈവഭക്തിയിൽ വളർന്നതായി പിതാവ് വളരെ ചെറുപ്പത്തിൽ തന്നെ റംബാനാവുകയും തുടർന്ന് പാത്രിർക്കീസ് അദ്ദേഹത്തെ മെത്രാനാക്കുകയും ചെയ്തു. പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പും ഭരണശ്രേഷ്ഠതയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. താൻ മെത്രാപ്പോലിത്തായെങ്കിലും മെത്രാപ്പോലിത്ത എപ്പോഴും ഒരു ദയറായക്കാരനാണ്, റംബാൻ സ്ഥാനമുള്ള ആളാണ്, ഒരു ദയറായക്കാരനാണ് എന്ന ഉത്തമ ചിന്തയും ബോധ്യവും പുലർത്തി അദ്ദേഹം കറയറ്റ ദയറായ ജീവിതം നയിച്ചു. 1662 അദ്ദേഹത്തെ കിഴക്കിൻ്റെ മഫ്രിയാനായി ബസേലിയോസ് എന്ന പേരിൽ വാഴിച്ചു. മൂസലിനടുത്ത മാർ മത്തായിയുടെ ദയറ ആസ്ഥാനമാക്കി AD 1678 മുതൽ 1684 വരെ സഭയെ നയിച്ചു. 1684 മർദീനിലെ ഒരു വലിയ ദേവാലയത്തിൽ വെച്ച് പരിശുദ്ധ പാത്രിർക്കീസ് ബാവ വിശുദ്ധ മൂറോൻ കൂദാശ ചെയ്തു. ഈ ശുശ്രൂഷയിൽ കിഴക്കിൻ്റെ മപ്രിയാന ആയിരുന്ന മാർ ബസേലിയോസ് എൽദോയും അനേക എപ്പിസ്കോപ്പന്മാരും സംബന്ധിച്ചു. അവിടെ വെച്ച് പരിശുദ്ധ പാത്രിർക്കീസ് മലങ്കരയിൽ നിന്നും വന്ന അപേക്ഷയെക്കുറിച്ചും വിശ്വാസികളുടെ കഷ്ടതയും പീഡനത്തെക്കുറിച്ചും ഹൃദയസ്പർശിയായി പ്രസ്താവിച്ചപ്പോൾ മാർ ബസേലിയോസ് തൻ്റെ അവിടുത്തെ ഭരണം ഉപേക്ഷിച്ച് ഇടയനില്ലാത്ത ആടുകളെ പോലെ കഷ്ടപ്പെടുന്ന മലങ്കരയിലെ മക്കളുടെ അടുത്തിലേക്ക് പോരുവാൻ ഒരുക്കമാണെന്നും അറിയിച്ചു. പിതാക്കന്മാർ ആസകലം ഈ മഹാത്യാഗത്തെ പ്രശംസിച്ചു. അനന്തരം ബസേലിയോസ് ബാവ തൻ്റെ ആസ്ഥാനമായ മത്തായിയുടെ ദയറായിലേക്ക് വരികയും മലങ്കരയിലേക്കുള്ള യാത്രയ്ക്ക് ഒരുങ്ങുകയും ചെയ്തു. അന്ത്യോക്യ മലങ്കര ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതിനായി 1685 മത്തായിയുടെ ദയറായിലെയും ബഹനാം ദയറായിലെയും ദയറാക്കാരോടും യക്കോ റംബാൻ, മത്തായി റംബാൻ എന്നിവരോടും കൂടെ മലങ്കരയിൽ തന്നെ ഭരണസംബന്ധമായ കാര്യങ്ങളിൽ സഹായിക്കുവാനായി മാർ യുവാനിയോസ് എന്ന പേരിൽ എപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് ഉയർത്തിയ ബഹുദൈദാക്കാരനായ ഷമ്മോവിൻ്റെ പുത്രൻ ഹിദായത്തുള്ള മാർ യുവാനിയോസ് എന്നിവരുമായി പുറപ്പെട്ടു ബസ്ര വഴി. കൂടുണ്ടായിരുന്ന പരിവാരത്തിൽ പലരും തിരിച്ചുപോയി. പലരും മലമ്പനികളുമൊക്കെ പിടിച്ചത് കാരണം മടങ്ങിപ്പോയി. അവസാനം ജക്കോ റംബാനും തായ് റംബാനും ബാബായുടെ കൂടെ പോകുന്നു. അന്ത്യോക്യ മലങ്കരയുമായുള്ള ബന്ധം അഭേദ്യം നിലനിർത്താനായിട്ട് എന്തിന് ആത്മരക്ഷയ്ക്ക് ആവശ്യമാണ്. ആയതിനാൽ ആ ബന്ധം നിലനിർത്തേണ്ട ആവശ്യമാണ്. അന്ത്യോക്യൻ ലിറ്റർജി മലങ്കരയുടെ സുറിയാനി സഭയുടെ മണ്ണിൽ നിന്നും തുടച്ച് നീക്കപ്പെടാതിരിക്കാനായിട്ട് ഈ പിതാക്കന്മാരുടെ വന്നു യാത്ര പുറപ്പെട്ടു. നാം എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, അന്ത്യോക്യ മലങ്കര ബന്ധം നീണാൽ വാഴട്ടെ എന്ന് നാം പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് നാം ശരിക്കും മനസ്സിലാക്കുകയാണ്. ആവേശം മൂത്ത് വിളിച്ച് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണം. അന്ത്യോക്യയും മലങ്കരയും തമ്മിലുള്ള ബന്ധം നീണാൾ നിലനിൽക്കണമെങ്കിൽ അന്ത്യോക്യൻ ലിറ്റർജിയിൽ
അണുവിടെ വ്യത്യാസം വരുത്താതെ ആ ലിറ്റർജി കാത്തു സൂക്ഷിച്ച് നാം മുമ്പോട്ട് പോകുമ്പോൾ അതാണ് അന്ത്യോക്യ മലങ്കര ബന്ധം നീളാൻ വാഴുന്നത്. അതിൽ കൂടിയാണ് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനവും പരിശുദ്ധ അന്ത്യോക്യ പാത്രിക്കീസിനോടുമുള്ള വിധേയത്വവും പൂർണ്ണ നാം പ്രകടമാക്കേണ്ടത്. ഈ പിതാക്കന്മാർ ഇതിനു വേണ്ടിയാണ് മലങ്കരയിൽ വന്നത്. 82 വയസ്സുള്ള വിശുദ്ധ ബാവായും പരിവാരങ്ങളും ബസ്ര തുറമുഖത്തു നിന്നും കപ്പൽ മാർഗം തലശ്ശേരിയിൽ വന്ന് ഇറങ്ങി. 1720 ഈലൂൻ മാസം സെപ്റ്റംബർ 25 മാർത്തോമ 4-ാമൻ പരിശുദ്ധ പാത്രിക്കീസിനെഴുതിയ കത്തിൽ വിശുദ്ധനായും അപ്രിയാനായും മാർ ഈവാനിയോസിതായിട്ടുള്ള എപ്പിസ്കോപ്പായും മത്തായി റമ്പാനും ഇവിടെ എത്തിയെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവർ പറങ്കികളെ പേടിച്ച് വേഷപ്രച്ഛന്നരായി കിഴക്കോട്ട് നടന്ന് ഡിണ്ടിക്കൽ മൂന്നാർ വഴി പള്ളിവാസലിലെത്തി. അപ്പോഴേക്കും കൂടെ ഉണ്ടായിരുന്ന ഈവാനിയോസ് എപ്പിസ്കോപ്പ ഒഴികെയുള്ളവരെ മരണത്തിന് കീഴ്പ്പെട്ടു. പല എഴുത്തുകളിൽ ചിലയിടത്ത് വന്യമൃഗങ്ങൾ ആക്രമിച്ചവരെ കൊന്നു ഭക്ഷിച്ചുവെന്നും ചിലയിടത്ത് മലമ്പനി പിടിച്ച് മരിച്ചുവെന്നും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുമായാലും ദാരുണമായ അന്ത്യങ്ങൾ ആയിരുന്നു ആ 2 റമ്പാച്ചന്മാരുടെയും. കർത്താവായ യേശു മിശിഹായ പ്രതി മലങ്കരയിലേക്ക് വന്ന ആ പുണ്യവാന്മാരായ ദേറായക്കാരുടെ ജീവിതം നമുക്ക് വേണ്ടി ഇവിടെ അർപ്പിക്കപ്പെട്ടു. അവരെ നമുക്ക് ഈ സമയത്ത് സ്മരിക്കാം പ്രാർത്ഥനയിൽ. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന യുവാനിയോസ് എപ്പിസ്കോപ്പായ ഒഴികെയുള്ളവർ അങ്ങനെ മരണത്തിന് കീഴ്പ്പെട്ടു. തൻ്റെ സഹോദരൻ കൂടി നഷ്ടപ്പെട്ടതിൽ വേദനയേറ്റ ബാവ അവിടെ വെച്ച് അവർ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുകയും ബലി അർപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഹൈറേഞ്ചിൻ്റെ വനാന്തരത്തിലൂടെ നടന്നു തുടങ്ങിയ പിതാവ് ദൈവത്തിനൊരു വഴിപാട് നടന്നു. ആപത്ത് നേരിടാതെ ഉദ്ദേശസ്ഥാനത്തെത്തുമ്പോൾ തൻ്റെ പിതൃസ്വത്ത് വിറ്റ് കൊണ്ടുപോന്നിട്ടുള്ളത് കയ്യിലിരിക്കുന്നത് കൊണ്ട് തനിക്കുള്ള സർവ്വസമ്പാദ്യങ്ങളാലും തമ്പുരാനെ പറ്റി അമ്മയുടെ നാമത്തിൽ ഉദ്ദേശ സ്ഥലത്ത് ആപത്തില്ലാതെ എത്തുമ്പോൾ ഒരു ദേവാലയം അവിടെ പണിതുകൊള്ളാറുണ്ട്. അതനുസരിച്ച് അവർ നടന്ന് പോന്നു. പരിശുദ്ധ പിതാവിന് അതിന് സാധിച്ചില്ല എങ്കിലും താൻ ഏൽപ്പിച്ചതനുസരിച്ച് തൻ്റെ സഹായിയായ മാർ ഇവാനിയോസ് ഇതായിട്ടുള്ള ബാവ ആ വഴിപാട് നിറവേറ്റി. മൂവാറ്റുപുഴയ്ക്കടുത്ത് മൂവാറ്റുപുഴയാറിൻ്റെ തീരത്ത് പാക്കാട് കരയിൽ തമ്പുരാനെ പറ്റി അമ്മയുടെ നാമത്തിൽ ഒരു ദേവാലയം പണി കഴിപ്പിച്ചു. അതാണ് ഇന്ന് കാണുന്ന പാക്കാട് വിശുദ്ധ മാർത്തോമാറിയം കത്തീഡ്രൽ നേർച്ചപ്പള്ളി. ഈ 2 പിതാക്കന്മാരും വനാന്തരത്തിൽ കൂടി യാത്ര ചെയ്ത് കോതമംഗലത്തിനടുത്ത് കോഴിപ്പള്ളിയിലെത്തി. കാലത്ത് അടിമാലിക്ക് കിഴക്കോട്ട് ഘോരമായ വനങ്ങളായിരുന്നു. പട്ടാപ്പകൽ പോലും ചെറിയ നടപ്പാതകളിൽ ഇരുട്ടായിരുന്നു. അതാണ് ആ ഭാഗത്തിന് ഇരുട്ടുകാനം എന്ന് തന്നെ പേരായത്. പിന്നെ നീങ്ങിയാൽ കാട്ടുപോത്തുകളുടെ താഴ്വരയായിരുന്നു. അതാണ് ആ സ്ഥലങ്ങൾക്ക് ഇന്നും ബൈസൺ വാലി എന്നാണ് പേര്. അന്നത്തെ ഇരിക്കുന്ന ബ്രിട്ടീഷുകാരുടെ പേരാണ് ബൈസൺ വാലി എന്ന് ഇട്ടത്. ഇപ്രകാരമുള്ള വനം താണ്ടിയാണ് ഈ പിതാക്കന്മാർ ഇവിടെ എത്തിയത്. എന്തിനു വേണ്ടി? ഈ സത്യവിശ്വാസം സംരക്ഷിച്ച് അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ കീഴിൽ നമ്മളെയും വരും തലമുറയെയും നിലനിർത്തുവാൻ വേണ്ടിയാണ്. കോതമംഗലത്തിന് അടുത്തെത്തി കോഴിപ്പള്ളിയിലെത്തിയ ബാവ അവിടെ കന്നുകാലികളെ മേയിച്ച് എന്നൊരു നായർ യുവാവിനെ കണ്ടുകിട്ടി. ആംഗ്യ ഭാഷയിൽ പള്ളി അന്വേഷിച്ചു. പള്ളിയിലേക്കുള്ള വഴി കാണിച്ചു തരുവാൻ കൂടെ പോന്നാൽ കന്നുകാലികൾ കാട് കയറും, ഹിംസമൃഗങ്ങൾ അവയെ പിടിച്ചു തിന്നും എന്നറിയിച്ചപ്പോൾ ബാവ സ്ലീബ കൊണ്ടൊരു വൃത്തം വരച്ച് കന്നുകാലികളെ അതിൻ്റെ ഉള്ളിൽ കയറി യുവാവിന് മനസ്സിലായി ഇതൊരു വിശുദ്ധനാണ്. ഈ തരുണത്തിൽ ഒരു കാര്യം കൂടെ എൻ്റെ ഓർമ്മയിൽ നിന്നും പറയട്ടെ. ദീർഘകാലം കോതമംഗലം മാർത്തോമൻ ചെറിയപള്ളിയുടെ വികാരിയും വലിയപള്ളിയുടെ വികാരിയുമായിരുന്നതും വലിയപള്ളി ഇടവാംഗവുമായിരുന്ന 102-ാം വയസ്സിൽ മരണപ്പെട്ടതുമായ കുക്കുന്നേലെ വലിയച്ഛൻ കോർപ്പിസ്കോപ്പാച്ചൻ, കുര്യാക്കോസ് കോർപ്പിസ്കോപ്പാച്ചൻ, അദ്ദേഹത്തിൻ്റെ സഹോദരനും ജോസഫച്ചൻ കോർപ്പിസ്കോപ്പായിരുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ തൻ്റെ 96-ാമത്തെ വയസ്സിൽ ബലഹീന എന്നോട് ഒരു കാര്യം പറഞ്ഞു.
ഞാനെപ്പോഴും അച്ഛൻ്റെ അടുക്കൽ പോയി പല കാര്യങ്ങളും പഴയ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു തന്നതിൽ നിന്നാണ് ഇത്രയും കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത്. അച്ഛൻ പറഞ്ഞു തന്നു, ബസേലിയോസ് ബാവ അവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വലത്തെ തോളത്ത് ആഴത്തിൽ ഒരു മുറിവ് വന്ന പാടുപോലെ, അതായത് മാംസം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സൈഡിലേക്ക് ഒരു ചെറിയ വിരലിൻ്റെ വീതിയിൽ മാറി നിൽക്കുന്ന ഒരു പാടുണ്ടായിരുന്നു എന്നാണ് അച്ഛന് മുമ്പ് ഉണ്ടായിരുന്ന 2 തലമുറയിലെ മുമ്പുള്ള, അതായത് ബാവ വന്ന കാലഘട്ടത്തിലുള്ള അവർ പറഞ്ഞതും അത് അച്ഛൻ്റെ അപ്പനോടും വല്യാപ്പനോടും ഒക്കെ അവർ പറഞ്ഞത് കേട്ട് അച്ഛൻ കേട്ടിട്ടുള്ളതാണെന്നാണ് അച്ഛൻ പറഞ്ഞത്. കാരണം അച്ഛൻ മരിക്കുമ്പോൾ 102 വയസ്സുണ്ടായിരുന്നു. അച്ഛൻ്റെ 96-ാമത്തെ വയസ്സിൽ എന്നോട് ഇത് പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, ബാവ അവിടെ നിന്ന് വന്നപ്പോൾ വിശുദ്ധ മൂറോൻ കൊണ്ടുവന്നിരുന്നു. അത് ഒരു ചെറിയൊരു ഭരണി പോലത്തെ പാത്രത്തിലാണ് കൊണ്ടുവരുന്നത്. അത് താഴെ വെക്കാതെ എങ്ങും വെച്ച് പോകാതെ അതൊരു കയറ് പോലെ ഒരു വള്ളിയിൽ കെട്ടി പുറത്തേക്ക് ഇട്ടിട്ട് തോളത്തൂടെ അത് അതിൻ്റെ വള്ളി മുൻവശത്തേക്ക് ഇട്ടിട്ട് പിടിച്ചുകൊണ്ടാണ് വന്നതെന്നാണ് പറയുന്നത്. അത് ആ വള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങി കുറേ കാലമായപ്പോൾ ഇവിടെ ഒരു വലിയ പാട് ആയി മാറി എന്നാണ് പറയുന്നത്. ഒരു വിരലുകൾ ഇറങ്ങാൻ പാകത്തിനുള്ള മാംസം മാറി. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യവും കൂടെ ഈ തരുണത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. കാലം ചെയ്ത നമ്മുടെ ശ്രേഷ്ഠ പൗരസ്ത്യ കാതോലിക്ക ബാവ തിരുമേനി വിശുദ്ധ മൂറോൻ കൂദാശയ്ക്കായി ദമസ്കോസിൽ പാത്രക്കാരമനയിച്ച് മൂറോൻ കൂദാശ കഴിഞ്ഞ് വിശുദ്ധ മൂറോനുമായിട്ട് പോരുമ്പോൾ കണിയാമ്പറമ്പിൽ കുര്യൻ കോർപ്പിസ്കോപ്പ എൻ്റെ വികാരിയും എൻ്റെ മൽപ്പാനുമായിരുന്ന അച്ഛൻ ബാവയോടൊപ്പം പോരുകയായിരുന്നു. ബാവ പാത്രക്കീസ് ബാവയുടെ ദുഃഖയും മുത്തി മൂറോനുമായിട്ടാണ് പോകുന്നത്. എൻ്റെ ചെറിയൊരു പെട്ടിക്കകത്ത് മൂറോൻ. അച്ഛൻ പറയുകയായിരുന്നു, അവിടെ നിന്ന് പോന്നപ്പോൾ മുതൽ മൂവാറ്റുപുഴ അരമനയിൽ എത്തുന്നത് വരെ ബാവ ആ പെട്ടി ആരുടെയും കൈ തന്നില്ല. അച്ഛൻ പല പ്രാവശ്യം പറഞ്ഞു, എൻ്റെ ഇത്താ ഞാനിത് പിടിക്കാൻ പാവണമെന്ന് മാറി. വേണ്ട അച്ഛ, അതാ എൻ്റെ മടിയിലിരുന്നോളൂ എന്ന് പറഞ്ഞ് ബാവ കൊണ്ടുവന്നത് എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇത്രമാത്രം വിശുദ്ധിയോടുകൂടിയാണ് ഈ പിതാക്കന്മാർ, വിശുദ്ധമായ ഈ 2 മപ്രിയാനമാർ വിശുദ്ധമായ മൂറോനോടും സത്യവിശ്വാസത്തോടും ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും കൂദാശകളോടും വിശ്വസ്തത പുലർത്തിയിരുന്നത്. ഇവർക്കൊന്നും വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലായിരുന്നുവെങ്കിലും ഇവരുടെ വിശ്വാസത്തിൻ്റെ തീഷ്ണത വളരെയേറെ ആഴത്തിൽ ഉള്ളതായിരുന്നു എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണല്ലോ ഏറ്റവും വലുതും ദൈവസന്നിധിയിൽ, ദൈവത്തിൻ്റെ കണ്ണുകളിൽ. അങ്ങനെ ബാവ ശ്രീഭാവൻ ഒരു വട്ടം വരച്ച്, സന്ദർഭവശാൽ ഞാൻ മുൻ പറഞ്ഞ കാര്യം പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ, അത് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ബാവ ശ്രീഭാവൻ്റെ ഒരു വട്ടം വരച്ച് അതിനകത്ത് കന്നുകാലികൾ അതിൽ കയറി നിന്നു. ആംഗ്യ ഭാഷയിൽ പള്ളി അന്വേഷിച്ചു. പള്ളിയിലേക്ക് വഴി കാണിച്ചു തന്നാൽ കന്നുകാലികൾ കാട് കയറുമെന്ന് ആ നായർ യുവാവ് പറഞ്ഞപ്പോൾ ബാവ ഇപ്രകാരം ചെയ്തു. അവന് മനസ്സിലായി ബാവ ഒരു വിശുദ്ധനാണെന്ന്. തൻ്റെ സഹോദരി പ്രസവ വേദനയാൽ വിഷമിക്കുന്ന കാര്യം ആംഗ്യ ഭാഷയിൽ ബാവയോട് അവൻ പറഞ്ഞു. യുവാവ് അതിൽ നിന്നും പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് തെങ്ങ് ബാവായുടെ അടുക്കിലേക്ക് ചാഞ്ഞു എന്നാണ് പറയുന്നത്. യുവാവ് അതിൽ നിന്നൊരു കരിക്ക് പറിച്ച് ബാവായിക്ക് കൊടുത്തു, വെട്ടി കുടിക്കാനായിട്ട്. ബാവ അത് വാഴ്ത്തി കൊടുത്തിട്ട് അവൻ്റെ സഹോദരി കൊടുക്കാൻ പറഞ്ഞു. അവളത് കൊണ്ടു കൊടുത്തു. അവളുടെ സുഖപ്രസവം അപ്പം തന്നെ നടന്നു എന്നാണ് ചരിത്രം പറയുന്നതും പഴമക്കാർ പറയുന്നതും. അതുകൊണ്ട് ഇന്ന് കോതമംഗലം ചെറിയപള്ളിയിലൊരു പ്രധാന വഴിപാടാണ് കരിക്ക് കവറിങ്കൽ വെക്കുന്നതും കരിക്ക് വെട്ടി വാഴ്ത്തി. സെരൂസ് ആശുപത്രിയിൽ വളരെയേറെ ബുദ്ധിമുട്ടിൽ കിടക്കുന്ന, പ്രസവിക്കാനായിട്ട് വളരെയേറെ വിഷമവും ബുദ്ധിമുട്ടുള്ളവരുടെ വേഗം വന്ന് കരിക്ക് വെട്ടി വാഴ്ത്തി കൊണ്ടുപോകുന്ന പരിപാടി, ഒരു രീതിയുണ്ട്. പള്ളിക്കിണറ്റിലെ വെള്ളം വാഴ്ത്തി കൊണ്ടുപോകുന്ന ഒരു രീതിയും ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഈ അത്ഭുത പ്രവൃത്തി കണ്ട യുവാവ് ബാവായെ പള്ളിയിലേക്ക് വഴി കാണിച്ചു. അതുകൊണ്ട് ഇന്നും പെരുന്നാളിൻ്റെ പ്രദക്ഷിണത്തിൻ്റെ മേക്കെട്ടയ്ക്ക് മുമ്പിൽ, പട്ടക്കാർക്ക് മുമ്പിൽ
ഈ നായർ കുടുംബത്തിലെ യുവാവാണ് നിലവിളക്കേന്തുന്നത്. പള്ളിയുടെ മുറ്റത്ത് ബാവായുടെ പാദസ്പർശനമേറ്റപ്പോൾ പള്ളി മണി താനെ മുഴങ്ങി. അന്ന് 1685 കന്നി 7 മണിനാഥം കേട്ട ജനം ഓടിക്കൂടി. നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന പിതാവിൻ്റെ ആഗമനത്തിൽ അവർ സന്തോഷിച്ചു. തൻ്റെ കൂടെ വന്ന ഇവാനിയോസ് എപ്പിസ്കോപ്പായെക്കുറിച്ച് കേട്ട ജനം അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പോയപ്പോൾ ബാവ അവരുടെ കയ്യിൽ ഒരു കൈലേസ് കൊടുത്തു. തൻ്റെ അടയാളമായിട്ട് അവരത് കാണിച്ച് ബാവായെ കൂട്ടിക്കൊണ്ടുവന്നു. ബാവായെ പള്ളിയിലേക്ക് യാതനയും കഷ്ടതകളും ഏറ്റി പുണ്യപിതാവിൻ്റെ അവസാന കാലമായി എന്ന് കണ്ടപ്പോൾ കന്നിമാസം 14 ശ്ലീബാ പെരുന്നാൾ ദിവസം തൻ്റെ കൂടെ വന്ന ഇവാനിയോസ് ഹിദായത്തുള്ള എപ്പിസ്കോപ്പായെ സുന്ത്രോണീശോ ശുശ്രൂഷ നടത്തി മെത്രാപ്പോലിത്ത സ്ഥാനത്തേക്ക് അദ്ദേഹം ഉയർത്തി. എന്നിട്ട് കൊടുത്ത ഉപദേശം, മകനെ, എനിക്കൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല, മകൻ വേണ്ടത് ചെയ്യണം. പറങ്കി വേദത്തിൽ നിന്ന് സഭയെ രക്ഷിക്കണം. വിവരങ്ങൾ അപ്പോൾ പരിശുദ്ധ സിംഹാസനത്തിൽ പരിശുദ്ധ മോറാനെ അറിയിക്കും. നാടിൻ്റെ നാനാദേശത്തും വന്നവരായ ജനം കൊണ്ട് പള്ളിയും പരിസരവും നിറഞ്ഞു. ബാവ പറഞ്ഞു, എൻ്റെ മരണസമയത്ത് പടിഞ്ഞാറെ കൽക്കുരിശന്മേൽ ഒരു ദിവ്യ വെട്ടം കാണുമെന്ന് പറഞ്ഞു. ഇന്നും കൽക്കുരിശ് ഈ ദിവ്യ പ്രഭവരത്ത് നിൽക്കുന്നവിടെ. 1685 കന്നി 19 ഉച്ചകഴിഞ്ഞ് വിശുദ്ധ പിതാവ് കാലം ചെയ്തു. പറഞ്ഞതിന് പ്രകാരം കുരിശിൽ ദിവ്യ പ്രഭ ദർശിച്ച ജനം അത്ഭുതവരായി. പിറ്റേ ദിവസം ഈ കന്നി 20 അന്ന് ചെറിയ പള്ളിയുടെ മദ്ബഹായിൽ തെക്ക് ഭാഗത്തെ ആയി പിതാവിൻ്റെ തിരുശരീരം ഖബറടക്കം ചെയ്തു. ഈ അടുത്ത കാലത്തായിട്ട് മദ്ബഹായിലിരുന്ന പിതാവിൻ്റെ ഖബറ് വെട്ടി പൊളിച്ച് മാറ്റിക്കളയുവാനായി പത്രോസ് പാത്രിക്കീസ് ബാവ മുളന്തുരുത്തിയിൽ ഇരുന്ന് പറഞ്ഞുവെന്നും മുളന്തുരുത്തിയിലെ ഖബറുകൾ ബാവ വെട്ടിപ്പൊളിച്ച് മാറ്റിച്ചെന്നും അവർക്കൊന്നും ഈ പുണ്യവാന്മാരോട് വലിയ താല്പര്യമില്ലായിരുന്നെന്നും എന്നിട്ടും ചില ആൾക്കാരുടെ ഒക്കെ ഇടപെടലുകൾ കൊണ്ടാണ് കോതമംഗലത്തിരിക്കുന്ന ഖബർ ഇപ്പോഴും പൊളിച്ച് മാറ്റാത്തതെന്നും കാണിച്ച് ചില മാധ്യമങ്ങളിൽ കൂടി പലരും എഴുതുകയും പറയുകയും ചെയ്യുന്നതായിട്ട് കണ്ടു. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, സുറിയാനി സഭയുടെ വിശ്വാസം അനുസരിച്ച് മദ്ബഹായിൽ മിശിഹാ തമ്പുരാൻ്റെ ഖബർ മാത്രം, അതാണ് തോണാസ്, അതാണ് ശരി. അതിനാലാണ് പത്രോസ് പാത്രിക്കീസ് ബാവ മുളന്തുരുത്തിയിലെത്തിയപ്പോൾ പറഞ്ഞത്, മദ്ബഹായിലെ ഖബറുകൾ വെട്ടിപ്പൊളിച്ച് നീക്കുക, ഇങ്ങനൊന്നുമല്ല ബാവ പറഞ്ഞത്. അത് പതുക്കെ പൊളിച്ച് അത് മദ്ബഹായുടെ സൈഡിലേക്ക് നീക്കാനായിട്ടാണ് പറഞ്ഞത്, സൈഡ് ഭിത്തിയുടെ അടുക്കിലേക്ക്. അങ്ങനെയാണ് പള്ളിക്കാര്യത്തിൽ നിന്നും അത് ചെയ്തത്. എൽദോമാർ ബസേലിയോസ് ബാവയുടെ ഖബറും അപ്രകാരം നീക്കുവാനായിട്ട് പറഞ്ഞു. യാക്കൂത്തുദ്ദീൻ പാത്രിക്കീസ് ബാവ വന്നപ്പോൾ പറഞ്ഞു. പക്ഷേ മദ്ബഹായിലും മദ്ബഹായുടെ തെക്കേ ഭിത്തിയോടും ചേർന്നതിരിക്കുന്നതിനാൽ അത് മാറ്റുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, മാറ്റുവാനായിട്ട് സാധ്യമല്ലാത്തതിനാൽ പരിശുദ്ധ മോറാൻ പാത്രിക്കീസ് കൽപ്പിച്ചതനുസരിച്ചും പ്രധാന ത്രോണോസാ നദൂസ്കുദിശായിരിക്കുന്നതിൽ നിന്ന് 20 അടി പടിഞ്ഞാട്ടേക്ക് നീക്കി, മദ്ബഹായിൽ നിന്ന് നീക്കി മദ്ബഹായ്ക്ക് ഒരു നടയിട്ടിട്ട്, താഴ്ചയുള്ളൊരു നടയിട്ട്, ആ താഴ്ചയുള്ള സ്ഥലത്താണ് മദ്ബഹായിൽ ഇന്ന് ഖബർ സ്ഥിതി ചെയ്യുന്നത്. എൽദോമാർ ബസേലിയോസ് ബാവയുടെ പ്രധാന വിശുദ്ധയുടെ വിശുദ്ധ സ്ഥലത്തല്ല ഇന്ന് ഖബർ ഇരിക്കുന്നത്. അവിടെ വിശുദ്ധ മദ്ബഹായുടെ മെയിൻ ത്രോണോസ്, അതിൻ്റെ താഴെ ഒരു സ്റ്റെപ്പ്, ആ സ്റ്റെപ്പിൻ്റെ താഴെയാണ് ബസേലിയോസ് ബാവയുടെ ഖബർ ഇടത്ത് ഭാഗം ചേർന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. മഞ്ഞിനിക്കൽ ഏലിയാസ് പാത്രിക്കീസ് ബാവയുടെ ഖബർ മദ്ബഹായോട് ചേർന്ന് വലത്ത് സൈഡിൽ മദ്ബഹായേക്കാൾ താണാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ഇതിലൊക്കെ തെറ്റായ രീതിയിൽ തെറ്റിദ്ധാരണകൾ പരത്തി സിംഹാസനത്തെയും പിതാക്കന്മാരെയും ആക്ഷേപിച്ചു, വിശുദ്ധമായ ഖബറിരിക്കുന്ന പള്ളിയെ ആക്ഷേപിച്ചൊക്കെ പോസ്റ്റ് ഇടുക എന്ന് പറയുന്നത് അത് സത്യത്തിന് വിരുദ്ധമായ കാര്യമാണ്. അങ്ങനെയുള്ള തരംതാണ പ്രവൃത്തികളിൽ നിന്നും പിന്തിരിയണം എന്നാണ് ബലഹീനായ എൻ്റെ ഒരു അപേക്ഷ. അങ്ങനെയുള്ളവരോട് പരിശുദ്ധ മോറാൻ ഏലിയാസ് തൃതീൻ പാത്രിക്കീസ് ബാവ മലങ്കര സുറിയാനി സഭയിൽ എഴുന്നള്ളി വന്നു.
ശാശ്വതമായ സമാധാനം സ്ഥാപിക്കുവാനും ബസേലിയോസ് എൽദോ മഫ്രിയാനായും ഗ്രിഗോറിയോസ് പിതാവിനെയും വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കാനായിട്ട് തീരുമാനിച്ചു വന്നു. പക്ഷേ ശാശ്വതമായ സമാധാനം സ്ഥാപിക്കുന്നതിന് വട്ടശ്ശേരി മെത്രാച്ചൻ വിലങ്ങുതടിയായിട്ട് നിന്നതിനാൽ സമാധാനം സ്ഥാപനം നടന്നില്ല. പിതാവ് ഹൃദയം പൊട്ടി മഞ്ഞിനിക്കര കബറടങ്ങി. പരിശുദ്ധ പിതാവിൻ്റെ ഉദ്ദേശം സമാധാനം പൂർണ്ണമായി വരുത്തിയ ഒന്നായ സഭയിൽ രണ്ട് പിതാക്കന്മാരെയും വിശുദ്ധരായി പ്രഖ്യാപിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ അത് നടന്നില്ല. താൽക്കാലികമായ പരസ്പര സ്വീകരണത്തിൻ്റെ കാലത്ത് അന്ന് നിലവിൽ നിന്നിരുന്ന മറുകക്ഷിയിലെ കാതോലിക്ക, അഭിമന്യ കാതോലിക്ക, ഈ രണ്ട് പിതാക്കന്മാരെയും വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചു. പക്ഷെ പ്രഖ്യാപനമേ നടന്നുള്ളൂ. കാരണം ആ പ്രഖ്യാപനത്തിൽ ദൈവവും പരിശുദ്ധന്മാരും പ്രസാദിച്ചില്ല. അതിനാൽ ദൈവത്തിൻ്റെ ആത്മാവ് ജനത്തിൻ്റെ ഹൃദയത്തിൽ കൂടി അതിനെ ഉൾക്കൊണ്ടുമില്ല. എന്നാൽ മോറാൻ ഇഗ്നാത്യോസ് സാഖാപ്രമൻ പാത്രിക്കീസ് ബാവ 1987 ഒക്ടോബർ മാസം 20-ാം തീയതി ഈ 265/87 നമ്പർ കൽപ്പന പ്രകാരം ഇൽദോമാർ ബസേലിയോസ് ബാവയുടെ നാമം വിശുദ്ധ കുർബാനയിലെ 5-ാം ധൂപതയിൽ ഉൾപ്പെടുത്തി അദ്ദേഹത്തെ പരിശുദ്ധനാക്കി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. ഇന്ത്യയുടെ അപ്പോസ്തലനായ മാർത്തോമാ ശ്ലീഹായുടെ നാമം 4-ാം ധൂപതയിലും ഏലിയാസ് പാത്രിക്കീസ് ബാവയുടെയും ഗ്രിഗോറിയോസ് തിരുമേനിയുടെയും നാമങ്ങൾ 5-ാം ധൂപതയിലും ചേർത്ത് സിംഹാസനത്തിൽ നിന്ന് കൽപ്പന വഴി പ്രഖ്യാപനം നടന്നു. ദൈവത്താൽ നിശ്ചയപ്രകാരം സിംഹാസനത്തിൽ നിന്നും വരണ്ട സ്ഥാനത്ത് നിന്നും പ്രഖ്യാപനം വന്നപ്പോൾ ദൈവത്തിൻ്റെ ജനം അത് ഹൃദയത്തിൽ അക്ഷരം പ്രതി അനുസരിക്കുകയും എല്ലാ ദേവാലയങ്ങളിലും അന്നു മുതൽ ഈ പിതാക്കന്മാരെയും ശുദ്ധമുള്ള മാർത്തോമാ ശ്ലീഹായെ ധൂപതയിൽ ഓർത്തു വരികയും ചെയ്യുന്നു. 1988 മുമ്പ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഒരു കുർബാനക്രമങ്ങളിലും ഈ പേരുകൾ ചേർത്ത് ഇരുന്നില്ല. 88 ശേഷവും കുറേ കൂടെ കാലങ്ങൾക്ക് ശേഷമാണ് പഴയ ഓർത്തഡോക്സ് സഭയുടെ കുർബാനക്രമങ്ങളിൽ പതുക്കെ ഈ പേരുകൾ ചേർത്ത് തുടങ്ങിയത്. സന്ദർഭവശാൽ അത് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ചെറിയ പള്ളി പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ കീഴ്പ്പെട്ടിരിക്കുന്നു. അതിൻ്റെ പ്രത്യേക അടയാളമായി ഒരു പേത്രിയാർക്കൽ സിംഹാസനം മത്ബഹായുടെ വടക്കുവശത്ത് വെച്ചിരിക്കുന്നു. ഇതിൽ 4 പരിശുദ്ധ പാത്രികേസന്മാർ ഈ സിംഹാസനത്തിലിരുന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. അതിവിശുദ്ധിയോടെ പള്ളിയുടെ വടക്കുവശത്ത് മത്ബഹായിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇവിടെ സെപ്റ്റംബർ 25 മുതൽ ഒക്ടോബർ 4 വരെ കോതമംഗലത്തെ ഒരു ഫെസ്റ്റിവൽ ഏരിയ ആയിട്ട് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. ബാബ ശനിയാലം ചെയ്ത് ശനിയാഴ്ച ആയിരുന്നു. ഇവിടെ എല്ലാ ശനിയാഴ്ചയും കുർബാന നടത്തപ്പെടുന്നു. ശനിയാഴ്ച കുർബാന എന്നറിഞ്ഞു വരുന്നു. ഉദ്ദിഷ്ട കാര്യങ്ങൾക്കും ദൈവം ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾക്കുമായിട്ട് നന്ദി സൂചകമായി 12 വട്ടക്കാരുടെ നേർച്ച, 3 വട്ടക്കാരുടെ നേർച്ച, 12 വൈദങ്ങളുടെ നേർച്ച, 3 വൈദങ്ങളുടെ നേർച്ച, തൂക്കപ്പാച്ചോർ നേർച്ച, കുട്ടികളെ അടിമവെക്കൽ, നടയിൽ വെച്ച് കുട്ടികളെ എഴുത്തിനിരുത്ത്, ഭജനയിരിക്കൽ, പള്ളിക്ക് ചുറ്റും മുട്ടൻ നീന്തി കബറിങ്കൽ വരുന്ന വഴിപാട്, സ്വർണ്ണം വെള്ളി ഇവ കൊണ്ടുള്ള വഴിപാടുകൾ, കരിക്ക് വെട്ടിവെക്കൽ, പാളയും കയറും, വെമ്പാച്ചോറ്, തമുക്ക് നേർച്ച എന്നിങ്ങനെ ധാരാളം നേർച്ചകൾ ഇവിടെ നിത്യ കാഴ്ചയാണ് നാനാജാതി മതസ്ഥർ ചെയ്യുന്നത്. ആ നേർച്ചകളവർ വളരെ വിശുദ്ധിയോടുകൂടി നോക്കിയാണ് ഈ നേർച്ചകളെല്ലാം കഴിക്കുന്നതെന്നുള്ളത് വളരെ സ്മരണീയമാണ്. ശനിയാഴ്ച ദിവസം വളരെ കൂടുതലായും ദിവസങ്ങളിൽ 20-ൽ താഴെയും ധാരാളം മാമോദീസ നടക്കുന്നവർ എൽദോ ബേസിൽ പേര് പ്രാപിക്കുന്നു. ഏകദേശം 1 ലക്ഷത്തിന് മേൽ വ്യക്തികൾ ഈ പേര് സ്വീകരിച്ചിരിക്കുന്നു. 100-ന് മേൽ ബഹുമാനപ്പെട്ട വൈദികർ ഈ പേരിൽ അറിയപ്പെടുന്നു, പട്ടക്കാരായിട്ടുണ്ട്. വിശുദ്ധ സഭയിൽ ഈ നാമം ധരിച്ചവർ ഇന്ന് സഭയാകുന്ന മന്ദിരത്തിൻ്റെ ഉറപ്പേറിയ തൂണുകളും കല്ലുകളുമാണ്. ഇവരിൽ ഈ മാമോദീസ തൊട്ടിയിൽ മുങ്ങിയ ഇവർ സഭയുടെ വിശ്വാസത്തിൻ്റെ ആഴത്തിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ശിലകളാണവർ.
പള്ളിയുടെ കീഴിലായിട്ട് അനേകം നല്ല നല്ല പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. പള്ളിയുടെ പ്രധാന ത്രോണോസ് മാർത്തോമാ ശ്ലീഹായുടെയും വടക്കുവശത്തേത് മാർബഹ തമ്പുരാനെ പറ്റ അമ്മയുടെയും തെക്കുവശത്തേത് ഗീവറീസ് സദായുടെ നാമത്തിലാണ്. പ്രധാന പെരുന്നാൾ ഒക്ടോബർ 2ഉം 3ഉം ബാവായുടെ പെരുന്നാളും, ജൂലൈ 3ഉം ഡിസംബർ 21 മാർത്തോമാ ശ്ലീഹായുടെ പെരുന്നാളും ആണ്. പള്ളിയുടെ കീഴിൽ 5 ചാപ്പലുകൾ ഉണ്ട്. അവിടെയും പ്രധാനപ്പെട്ട ഓരോ പെരുന്നാളുകൾ നടക്കും. ഇതുകൂടാതെ 7-8 കുരിശും തൊട്ടികളുണ്ട് പള്ളിയുടെ കീഴിൽ. അനുഗ്രഹീതമായ രീതിയിൽ ജനങ്ങൾ അവിടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് അനുഗ്രഹം പ്രാപിക്കുന്നു. മാത്രവുമല്ല, പള്ളിയുടെ കീഴിൽ 5 സൺഡേ സ്കൂളുകളുണ്ട്. പള്ളിയുടെ കീഴിൽ ചില സ്ഥാപനങ്ങൾ ധാരാളമുണ്ട്. ഈ പുണ്യവാൻ്റെ ഖബറിൽ നിന്നുള്ള വരുമാനം കൊണ്ട് സ്ഥാപിച്ചിട്ടുള്ളൂ. നാനാജാതി മതസ്ഥർക്കും പ്രയോജനപ്പെടുന്നതുമായ അർത്താനേഷ്യസ് കോളേജ് അസോസിയേഷൻ്റെ കീഴിൽ പള്ളിയുടെ ഉടമസ്ഥതയുള്ള സ്ഥാപനങ്ങളായ മാർത്താനാസിസ് എഞ്ചിനീയറിംഗ് കോളേജ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോളേജ് ഹൈസ്കൂൾ എന്നിവയും പള്ളിക്കാര്യത്തിൽ നിന്ന് നേരിട്ട് നടത്തുന്ന ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ, സെൻറ്റ് മേരീസ് പബ്ലിക് സ്കൂൾ, മാർ ബേസിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, മാർ ബേസിൽ സിവിൽ സർവീസ് അക്കാഡമി, എംബിക്സ് പോളിടെക്നിക് കോളേജ്, മാർ ബസേലിയോസ് കോളേജ് ഓഫ് നേഴ്സിംഗ്, മാർ ബസേലിയോസ് ഡെൻ്റൽ കോളേജ്, മാർ ബസേലിയോസ് സ്കൂൾ ഓഫ് നേഴ്സിംഗ്, മാർ ബസേലിയോസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ എന്നിവയെല്ലാം ബഹുമാനപ്പെട്ട പള്ളിക്കാര്യത്തിൽ നിന്നും വികാരിയും തന്നാണ്ട സംഘവും അനുഗ്രഹീതമായ രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്നു. യേശു ബർ ശമോൻ്റെ പുസ്തകം കൃപയുള്ളവരായി ഓരോ തലമുറയിലും ഉണ്ടായിട്ടുള്ളവരായി നമ്മുടെ പിതാക്കന്മാരെ നാം പുകഴ്ത്തണം. അത്യധിക ബഹുമാനം നാം അവർക്ക് കൊടുക്കണം. ലോകത്തിൻ്റെ സർവ്വ തലമുറകളിന്മേലും അവരുടെ മഹിമ നിലനിൽക്കുന്നു. ഈ പുണ്യവാന്മാരുടെ ഭാഗ്യാവസ്ഥ ഒരിക്കലും അവസാനിക്കുന്നില്ല. അവരുടെ നാമം തലമുറയായി സജീവമായി തീർന്നിരിക്കുന്നു. അവരുടെ മഹത്വം ജനമെല്ലാം പ്രഘോഷിക്കും. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ നാട്ടുകാരനായി പുണ്യപിതാവിൻ്റെ പ്രാർത്ഥന എന്നും നമുക്ക് കോട്ടയായിരിക്കട്ടെ. നമസ്കാര പുസ്തകത്തിലെ പ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശ്രേഷ്ഠോത്തമനായ ബസേലിയോസിൻ്റെ തിരുശേഷിപ്പ് സ്ഥിതി ചെയ്യുന്ന ഈ വിശുദ്ധ സ്ഥലത്ത് എന്നും ശാന്തിയും സമാധാനവും പുലരട്ടെ. ഇവിടെ നിന്ന് അനുഗ്രഹവും കരുണയും വിശുദ്ധൻ്റെ മധ്യസ്ഥയിൽ അഭയപ്പെടുന്നവർക്ക് ലഭിക്കട്ടെ. പ്രകാരമാണ് ഗീതത്തിൽ ചെല്ലുമ്പോൾ ശ്രേഷ്ഠോത്തമനാം ബസേലിയോസ് തിരുശേഷിപ്പുകൾ സ്ഥിതി ചെയ്യും നിടമതിൽ ശാന്തി സമാധാനം അനവരതം പുലർന്നീടട്ടെ. ഭാഗ്യവാനായ ബാബായുടെ മധ്യസ്ഥത നമുക്ക് എന്നും കോട്ടയായിരിക്കട്ടെ. പിതാവ് തെളിച്ച വഴിയിൽ കൂടി നമുക്ക് നടക്കുവാനായിട്ട് ഇടവരട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഭാഗം ഇവിടെ ചുരുക്കുന്നു. എൻ്റെ ബലഹീനതയിൽ നിന്ന് ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ദൈവത്തിൽ ആശ്രയിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ കഴിവതും വരാതെ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണമെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടും എൻ്റെ ബലഹീനതയും വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു. ദൈവത്തിൽ നാം